ഇവൻ വെറുതെ പിച്ചും പേയും പറഞ്ഞോണ്ടിരിക്കുക. എനിക്കിപ്പോ തലവേദനയാ തോന്നുന്നത്. ജെറ്റ്പാറ്റ്, നിന്റെ ഗെയിം ഇന്നത്തോടെ ക്ലോസ്. വെരി ഗുഡ്. കണ്ടല്ലോ, ഞാൻ സ്ട്രിക്റ്റ് ആണെന്ന് അറിഞ്ഞപ്പോ എല്ലാ തടവുകാരും നേരത്തെ തന്നെ ഉറങ്ങി. ജബ്ബു എങ്ങോട്ടാ പോയത്? ഇനി നീ ഉറങ്ങണം, ഞാൻ എഴുന്നേൽക്കണം. അതിനുള്ള സമയമായി കഴിഞ്ഞു ജയിലർ. ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്, ഗുഡ് നൈറ്റ്. ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാ കുറ്റവാളികളെയും വളരെ നന്നായി നോക്കണം. ആരും ഓടി രക്ഷപ്പെടാൻ പാടില്ല. സാർ, പല്ലി പല്ലി. എന്ത് കലി? കലിയല്ല സാറേ, സാറിന്റെ തോളത്തേതാ പല്ലിയിരിക്കുന്നു. എന്റെ അമ്മോ, പല്ലി! രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. എനിക്ക് പല്ലി എന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. ആരെങ്കിലും ഇതിനെ ഒന്ന് തട്ടിവിട്. രക്ഷപ്പെട്ടു, പല്ലി ഓടിപ്പോയി. ഇത് ചപ്പുവാണ്. അവൻ ജയിലർ സാറിന്റെ യൂണിഫോം ഇട്ട് രക്ഷപ്പെടാൻ നോക്കുവാണ്. പല്ലി ഓടിപ്പോയി, ഇനി ഞാനും അതുപോലെ ഓടിപ്പോകും. എടോ, നല്ലതുപോലെ ചെക്ക് ചെയ്യ്. ഈ ഗാർബേജിന്റെ കൂടെ വല്ല കുറ്റവാളികളും രക്ഷപ്പെടുന്നുണ്ടോന്ന് നോക്ക്. ചെക്ക് ചെയ്ത് കഴിഞ്ഞു സാർ, ഇതിനകത്ത് ആരുമില്ല. ട്രക്കിന്റെ മുകളിൽ മാത്രം ചെക്ക് ചെയ്താ പോരാ, ട്രക്കിന്റെ അടിവശത്ത് കൂടി ഒന്ന് ചെക്ക് ചെയ്യ്. അത് കാര്യം ശരിയാണല്ലോ. ഹലോ, ട്രക്കിന്റെ താഴെ കൂടെ ഒന്ന് ചെക്ക് ചെയ്യ്. ട്രക്കിന്റെ താഴെ ആരുമില്ല സാറേ. എന്നാ ശരി, ഈ ഗാർബേജ് ട്രക്കർ ജയിലിൽ നിന്ന് പുറത്തേക്ക് പോകട്ടെ. ബോസേ, ചപ്പു ബോസേ, നിങ്ങൾ എവിടെ ഒളിച്ചിരിക്കുന്നേ? വരൂ വരൂ, വെൽക്കം ബോസ്. എടാ മരം മണ്ട, നീ എന്തിനാ പോലീസുകാരോട് ട്രക്കിന് താഴെയും ചെക്ക് ചെയ്യാൻ പറഞ്ഞത്? എങ്കിലല്ലേ അവരെന്നെ സംശയിക്കാതിരിക്കൂ. ഒരു സയന്റിസ്റ്റ് ട്രക്ക് ഡ്രൈവർ ആയി കഴിഞ്ഞാൽ പിടിക്കപ്പെടാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലല്ലേ? നീണ്ടി പോകരുത്. എന്റെ ആ പുതിയ ആയുധം റെഡിയാണോ? ചപ്പു ബോസേ, ഇന്നലെ എന്റെ പുതിയ ഇൻവെൻഷൻ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാ ഇന്ന് ഞാൻ നിങ്ങളെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ചപ്പു ഇപ്പൊ മാറിക്കഴിഞ്ഞു. ഒക്ടോപ്പോ, ഇനി എല്ലാവരെയും ഞാൻ വകവരുത്തും. ബോസേ, ഈ ആർട്ടിഫിഷ്യൽ ആംസ് ഉണ്ടല്ലോ വളരെ സ്ട്രോങ് ആണ്. പക്ഷേ ഇതിന് ഒരേ ഒരു മൈനസ് പോയിന്റ് മാത്രമേ ഉള്ളൂ. എന്താണ് കുറവ്? പറയാ. ഒരുപക്ഷെ ഇതിന്റെ മുകളിൽ ലേസർ സിസ്റ്റം അടിക്കുകയാണെങ്കിൽ ഇത് വളരെ ഡേഞ്ചറസ് ആയി മാറുന്നതാണ് ബോസ്. നീ പറഞ്ഞ കാര്യം ശരിയാ. പക്ഷെ ആ ലേസർ സിസ്റ്റം അത് എനിക്ക് എവിടെ നിന്ന് കിട്ടും? ഞാനൊരു കാര്യം അറിഞ്ഞു. അതായത് നാളെ രാവിലെ ഈ ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ പവർഫുൾ ലേസർ സിസ്റ്റം സൺ സിറ്റിയിലേക്ക് വരാൻ പോകുന്നത് കേട്ടു. സൺ സിറ്റിയോ? കാലക്കി.
അല്ലെങ്കിൽ തന്നെ ഞാൻ അങ്ങോട്ട് പോകാൻ ഇരിക്കുകയായിരുന്നു. ആ ചട്പട്ടിന് എനിക്കൊന്ന് വക വരുത്തണമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അവനായിരുന്നു എന്നെ അറസ്റ്റ് ചെയ്തത്. അത് കാരണമാണ് ഞാൻ ഇത്രയും മാസങ്ങൾ ജയിലിനകത്തായി പോയത്. നാളെ ഞാൻ സൺ സിറ്റിയിലേക്ക് ചെന്ന് ആ ലേസർ സിസ്റ്റം അടിച്ചു മാറ്റും. ആ ചട്പട്ടിനോട് പ്രതികാരവും ചെയ്യും. ചപ്പു ഇതാ മാറിക്കഴിഞ്ഞു ഒക്ടോപ്പു. ഇനി ഞാൻ എല്ലാവരെയും വകവരുത്തും. മേയർ അങ്കിൾ, ആ ഹെലികോപ്റ്ററിൽ അങ്ങനെ എന്ത് സാധനം ഇങ്ങോട്ട് വരുന്നേ? അതിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി നിങ്ങൾ എന്നെ വിളിച്ചത് എന്തിനാ? കിക്കോ, അതിനകത്ത് വളരെ ഡേഞ്ചറസ് ആയ ലേസർ സിസ്റ്റം വരുന്നുണ്ട്. ആ ലേസർ സിസ്റ്റം എന്തിനു വേണമെങ്കിലും കട്ട് ചെയ്യും. അത്രയ്ക്കും പവർഫുൾ ആണ്. ആരും അതിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പോകരുതല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചത്. നീ ഇത് സേഫ് ആയിട്ട് നമ്മുടെ ലാബിൽ കൊണ്ടുപോയി എത്തിക്കണം. എന്റെ ദൈവമേ, എല്ലാം കട്ട് ചെയ്യുന്ന ഒരു ലേസർ സിസ്റ്റമോ? ശരിക്കും എനിക്കിപ്പോ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്തെങ്കിലും കഴിച്ചോട്ടെ? പ്ലാസ്റ്റിക് ബാൻ ചെയ്തേ പറ്റൂ. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം. സാറിപ്പ പറഞ്ഞു വരുന്നത് ഈ ലേസർ ഗണ്ണ് യൂസ് ചെയ്ത് നമ്മുടെ സൺ സിറ്റിയുടെ ഡിഫൻസ് ലൈൻ അത് വളരെ സ്ട്രോങ് ആയി മാറും. തീർച്ചയായിട്ടും സ്ട്രോങ് ആയി മാറും. പക്ഷെ അത് സൺ സിറ്റിയുടെ ഡിഫൻസ് ലൈൻ അല്ല, എന്റെ കൈകളായിരിക്കും സ്ട്രോങ് ആവുന്നത്. ഹലോ മിസ്റ്റർ, ആ ഗണ്ണടിച്ചു മാറ്റി നിങ്ങൾ വളരെ വലിയ തെറ്റാ ചെയ്യുന്നേ. പ്ലീസ് അത് തിരിച്ചു കൊടുത്ത് റോങ്ങിനെ റൈറ്റ് ആക്കി മാറ്റൂ. കൊച്ചു ചക്ക, പട്ടാപകലിൽ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നത് മോഷണമല്ല, പകൽ കൊള്ള എന്നാണ് പറയുന്നത്. നിങ്ങൾക്കാർക്കെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ എന്നെ തടഞ്ഞു നിൽക്ക്, നോക്കട്ടെ. നീ ഒന്നും ഈ ജന്മത്തിൽ നന്നാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരു കുറ്റവാളിയെ 2 പ്രാവശ്യം അറസ്റ്റ് ചെയ്യുന്നവനാണ് ഈ ഡിറ്റക്റ്റീവ് ജഡ്പേർട്ട്. ഹേയ്, ഹാൻഡ്സ് അപ്പ്. അത് കൊള്ളാലോ. ദേ, ഞാൻ ഹാൻഡ്സപ്പ് ചെയ്ത് കഴിഞ്ഞു. അത്ര പെട്ടെന്നൊന്നും ഞാൻ നിന്നെ കൊല്ലില്ല ചട്പട്ട്. ആദ്യം എനിക്ക് നിന്നെ ഒന്ന് കളിപ്പിക്കണം. നിന്നെ ടോർച്ചർ ചെയ്യും, എന്നിട്ട് ഞാൻ നിന്റെ കഥ അവസാനിപ്പിക്കും. ചപ്പു, ദയവേത് നീ ചട്പട്ട് അങ്കിളിനെ വിട്ടേക്ക്. മര്യാദയ്ക്ക് നിയമത്തിന്റെ മുന്നിൽ സറണ്ടർ ആയേക്ക്. എന്നെ ഇനി ആർക്കും ടച്ച് ചെയ്യാൻ പോലും പറ്റില്ല. ഞാൻ നിയമത്തിന്റെ മുന്നിൽ സറണ്ടർ ആവണമെന്നോ? എനിക്കറിയാമായിരുന്നു കിക്കോ, നീ ഇതിന് നടുവിൽ വന്ന് പ്രശ്നമുണ്ടാക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ നിനക്ക് വേണ്ടി ചില മുന്നേർപ്പാടുകളൊക്കെ ചെയ്തിട്ടാ വന്നിരിക്കുന്നത്. ചപ്പു മാറിക്കഴിഞ്ഞു ഒക്ടോപ്പു. ഇപ്പൊ ഞാൻ എല്ലാവരെയും വകവരുത്തു. അയ്യോ, എന്റെ മുണ്ട് അഴിഞ്ഞു പോകുമെന്നാ തോന്നുന്നത്. വെള്ളത്തിനടിയിൽ സാഹസം ചെയ്യും. ടോണി ബോസ് വെള്ളത്തിനടിയിൽ ഒരു ബോട്ട് പോലെ പോകുന്നത് കണ്ടോ? ഈ ടോണിയോട് കയറി കളിച്ചാലുണ്ടല്ലോ. ഞാനിപ്പോ സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റുന്നാ തോന്നുന്നേ. വേഗം, അതിവേഗം R7 പുറത്തേക്ക് വരട്ടെ സൂപ്പർ സ്പീഡോ കാർ. സൂപ്പർ സ്പീഡോ, വെള്ളത്തിന്റെ ഈ ഒഴുക്കിൽ നിന്ന് നമ്മുടെ കൂട്ടുകാരെ എത്രയും പെട്ടെന്ന് രക്ഷിച്ചേ പറ്റൂ. ഫോർമുല നമ്പർ 285 അപ്ലൈ ചെയ്യേ. ഓക്കേ കിക്കോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 285.
സൂപ്പർ സ്പീഡോ ഇപ്പൊ എത്രയും പെട്ടെന്ന് ഈ ബിൽഡിംഗിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴി കണ്ടുപിടിക്കേ. എല്ലാ ഡോർസും ക്ലോസ്ഡ് ആണല്ലോ. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 45. ഓക്കേ കിക്കോ. ദാ പോകുന്നു ചപ്പു. വേഗം അവനെ ഫോളോ ചെയ്യ് ബഡി. ഓക്കേ കിക്കോ. അവൻ എന്റെ പുറകെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു പ്രശ്നവുമില്ല. അവന്റെ കഥ അവസാനിപ്പിക്കാനുള്ള എല്ലാ അടവുകളും എന്റെ കയ്യിലുണ്ട്. ചപ്പു മാറിക്കഴിഞ്ഞു. ഒക്ടോപ്പോ ഇനി ഞാൻ എല്ലാവരെയും വകവരുത്തും. കിക്കോ, നീ പറഞ്ഞ ചപ്പുവിന് നേർക്ക് മിസൈൽ ഫയർ ചെയ്യട്ടെ. വേണ്ട സൂപ്പർ സ്പീഡോ. ചട്പട്ട് അങ്കിൾ ഇപ്പൊ അവന്റെ കസ്റ്റഡിയിലാ ഉള്ളത്. ഫോർമുല നമ്പർ 181 ഇപ്പൊ യൂസ് ചെയ്യേ. സൂപ്പർ ഐഡിയ കിക്കോ. അപ്ലൈയിങ് ഫോർമുല 181. നമ്മുടെ ഫോർമുല വർക്കൗട്ട് ആക്കിക്കോ. ചപ്പു നമ്മുടെ കൺട്രോളിലാണ്. ഞാനിപ്പോ നിന്റെ കൺട്രോളിലാണെന്നല്ലേ വിചാരിക്കുന്നത്. ഇനി നിന്നെ ഞാൻ കളിപ്പിക്കാൻ പോകുന്നേ ഉള്ളടാ. നോക്കിക്കോ. ചപ്പു മാറിക്കഴിഞ്ഞു. ഒക്ടോപ്പോ എല്ലാവരും ഞാൻ വകവരുത്തും. എന്തെങ്കിലും ഐഡിയ ചെയ്യൂ കിക്കോ. ബിൽഡിംഗിൽ ചെന്ന് ഇടിച്ചത് കൊണ്ട് എന്റെ സിസ്റ്റം ഡാമേജ് ആയി പോയി. ഇത്ര ഫാസ്റ്റ് ആയിട്ട് അവൻ നമ്മളെ കറക്കുന്നത് കാരണം എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നുന്നു. ഒരു കാര്യം ചെയ്യേ, ആ കേബിൾ കട്ട് ചെയ്തേക്ക്. ഓക്കെ കിക്കോ, ഇപ്പൊ തന്നെ ഞാൻ ആ കേബിൾ കട്ട് ചെയ്തേക്കാം. കിക്കോ, എന്നെ ഒന്ന് റിപ്പയർ ചെയ്യാൻ കുറച്ച് സമയമെടുക്കുമെന്നാണ് തോന്നുന്നത്. സൂപ്പർ സ്പീഡോ, ചട്പട്ട് അങ്കിളുടെ ജീവൻ അപകടത്തിലാണ്. ഞാൻ ചപ്പുവിന്റെ പുറകെ ഓടാൻ പോവാ. നീ എത്രയും പെട്ടെന്ന് റിപ്പയർ ചെയ്തിട്ട് R7 ട്രേസ് ചെയ്തിട്ട് എന്റെ പുറകെ വാ. നൈസ് ഐഡിയ. പക്ഷെ നീ വളരെ സൂക്ഷിക്കണം ബഡി. ഇത്രയും പെട്ടെന്ന് ചപ്പു എങ്ങോട്ടാ പോയത്? കണ്ണെത്തും ദൂരത്ത് റെയിൽവേ യാർഡ് മാത്രമാണല്ലോ കാണുന്നേ. ചപ്പു എവിടെ പോയാ പതുങ്ങിയിരിക്കുന്നേ? അകത്ത് പോയി നോക്കാം. ചപ്പു സൂപ്പർ സ്പീഡോയെ ചെയ്തത് 2 വാക്കിൽ പറയണമെങ്കിൽ ബാഡ്ലി ഡാമേജ്. സാധാരണ ബാഡ്ലി അല്ല, ഭയങ്കര ബാഡ്ലി. ഞാൻ എന്തെങ്കിലും കഴിച്ചോട്ടെ? ഡോണ്ട് വറി. ഒരു പ്രാവശ്യം ഞാൻ എന്നെ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ചപ്പുവിനടുത്ത് പന്താടിക്കളയും ഞാൻ. അടിച്ചവന്റെ അടപ്പ് തെറിപ്പിക്കും ഞാൻ. എനിക്കിപ്പോ പേടി തോന്നുന്നു. ചട്പട്ട് സാറ് എന്തെങ്കിലുമൊക്കെ ചുരുക്കത്തിൽ പറഞ്ഞ് ചപ്പു അത് വേറെ രീതിയിൽ മനസ്സിലാക്കി എടുത്താലോ? അയ്യോ, എങ്കിൽ പിന്നെ അത് വളരെ സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലമായി മാറുമല്ലോ. മേയർ സാറെ, നിങ്ങൾ എന്ത് പറയുന്നു? ഇതിൽ പറയാൻ എന്തിരിക്കുന്നു? ഇന്ന് മാത്രം ട്യൂസ്ഡേ അല്ലെങ്കിൽ ഞാൻ ആ ചപ്പുവിനെ എടുത്തിട്ട് പപ്പു ആക്കിയേനെ. ട്യൂസ്ഡേ എന്താ പ്രോബ്ലം സാറേ? ട്യൂസ്ഡേ പിന്നെ ഞാൻ ആരെയും തല്ലാറില്ലല്ലോ. ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ഒരു കിഡ്നാപ്പറിനെ എടുത്തിട്ടങ്ങ് പെരുമാറിയില്ലേ, ഇടിച്ച് ചമ്മന്തിയാക്കി. ഇപ്പോഴും അവൻ എന്നെ പേടിച്ച് ഡൈപ്പർ അണിഞ്ഞുകൊണ്ടാണ് ഓടി നടക്കുന്നത്. ഓ മേയറെ, കാര്യമായിട്ടാണ് ഈ പറയുന്നത്? അല്ലാതെ പിന്നെ ഞാനിപ്പോ പറഞ്ഞത് കള്ളമാണെങ്കിൽ എന്റെ തലയിൽ തക്കാളി വന്ന് വീഴട്ടെ. എന്ന് വെച്ചാ ഇത്ര നേരം നിങ്ങൾ പറഞ്ഞതൊക്കെ പച്ചക്കള്ളം അല്ലേ? ശരി, സൂപ്പർ സ്പീഡ് ശരിക്കും റിപ്പയർ ആവുന്നത് വരെ അതുവരെ ഞാൻ ഈ ടൊമാറ്റോ കഴിച്ചോളാം.
ഈ ലേസർ സിസ്റ്റം എന്റെ മേലിൽ കൊണ്ടതും എന്റെ ശക്തി ഒരുപാട് അങ്ങ് കൂടിപ്പോകും. ചപ്പു മാറിക്കഴിഞ്ഞു ഒക്ടോപ്പു. ഞാൻ എല്ലാവരെയും അങ്ങ് വക വരുത്തും. എന്നെ ഇങ്ങനെ കെട്ടിയിട്ട് കൊണ്ട് നീ വിചാരിച്ചെന്ന് സഹായിച്ചെന്ന് കരുതണ്ട, മനസ്സിലായോ? എന്താടാ നീ പറഞ്ഞത്? ഇടിവെട്ട് പോലുള്ള ഇടി കൊള്ളാൻ നീ തയ്യാറായിട്ട് ഇരുന്നോളാനാ പറഞ്ഞത്. ബോസ്, ഇവനെന്താ ഈ പിച്ചുമ്പയും പറയുന്നേ? ഇവൻ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. എനിക്ക് തോന്നുന്നത് അവൻ നമ്മളെ കുറിച്ച് എന്തോ തെറ്റായിട്ടാ പറയുന്നതെന്നാ. അവൻ അങ്ങനെ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ അല്പസമയത്തിനുള്ളിൽ ഞാൻ അവന്റെ കഥ മുഴുവനായും അവസാനിപ്പിച്ചിരിക്കും. ഒരുപാട് കാലത്തെ പകയാണ്, ആ കണക്ക് ഞാൻ ഇന്ന് തീർക്കും. ഇതാ പിടിച്ചോ ബോസ്, ഞാൻ 4 ലേസർ സിസ്റ്റമും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബോസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചപ്പു മാറിക്കഴിഞ്ഞു ഒക്ടോപ്പു. ഞാൻ എല്ലാവരെയും ഇന്ന് വക വരുത്തും. ഓ നോ, ഈ ലേസർ ലൈറ്റ് ശരിക്കും അപകടം പിടിച്ച കാര്യമാണല്ലോ. ഇനിയിപ്പോ പെൻഡിലും പോലെ ആടിക്കൊണ്ടിരിക്കുന്ന സാധനം ഞാൻ ടാർഗറ്റ് ചെയ്യാൻ പോവാ. നോക്കട്ടെ. നീ എന്നെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിട്ട് കാര്യമൊന്നുമില്ല. എന്റെ ഉന്നം പിഴച്ചു പോകുന്നല്ലോ. പോരാത്തതിന് ഇവൻ വെറുതെ പിച്ചും പെയ്യും പറഞ്ഞോണ്ടിരിക്കുക. എനിക്കിപ്പോ തലവേദനയാ തോന്നുന്നത്. ജെറ്റ്പാക്ക്, നിന്റെ ഗെയിം ഇന്നത്തോടെ ക്ലോസ്. ഓ കിക്കോ, നീയും ഇവിടെ എത്തിയല്ലേ? നിനക്ക് ജീവനോടെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒളിച്ചുകളി മതിയാക്ക്. മര്യാദയ്ക്ക് ആ ചട്ട്പട്ടിനെ എനിക്ക് വിട്ടു തന്നിട്ട് ഓടിപ്പോയിക്കോ. എടാ ചപ്പു, കീക്കോ ഇവിടെ ഉള്ളതുവരെ ഈ സൺ സിറ്റിയിലെ ആരെയും നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഓർമ്മയിരിക്കട്ടെ. ചപ്പു മാറിക്കഴിഞ്ഞു ഒക്ടോപ്പു. ഞാൻ എല്ലാവരെയും വക വരുത്തും. ഈ പച്ചപ്പൂവിന്റെ അടുത്ത അറ്റാക്ക് നോക്കിക്കോ. ലേസർ പവർ വെച്ച് ഞാൻ എല്ലാം തകർത്തെറിയും. ചപ്പു മാറിക്കഴിഞ്ഞു ഒക്ടോപ്പു. ഞാൻ എല്ലാവരെയും വക വരുത്തും. ഇനി നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാ ഓടി രക്ഷപ്പെടാൻ പോകുന്നത്? എന്റെ ലേസർ ഗണ്ണിന്റെ എഫക്ട് കണ്ട ഭൂം ഭൂം. നിങ്ങളുടെ കാര്യം ധൂം ധൂം. സൂപ്പർ സ്പീഡോ ഇവിടെയുള്ളപ്പോൾ കീക്കോയ്ക്കൊന്നും സംഭവിക്കില്ല. സൂപ്പർ സ്പീഡോ, നിന്റെ റബ്ബർ കോട്ടിംഗ് മെൽറ്റ് ആവുകയാണ്. ഒരേ സമയത്ത് 2-3 ലേസർ ബോംബ് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിനു മുമ്പ് എനിക്ക് നിന്നെ ഇവിടുന്ന് ആദ്യം രക്ഷിക്കണം. കൊള്ളാം, ഇത് നല്ല കളി. ഒരു കാര്യം സമ്മതിച്ചിരിക്കുന്നു സൂപ്പർ സ്പീഡോ, നീയും ഇങ്ങോട്ട് വന്നത് നന്നായി. നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഇവിടെ വെച്ച് തീർക്കും. എന്നിട്ട് ഞാൻ വളരെ ഫ്രീ ആയിട്ട് സൺ സിറ്റി എനിക്ക് സ്വന്തമാക്കി മാറ്റും. ചപ്പു മാറിക്കഴിഞ്ഞു ഒക്ടോപ്പു. ഞാൻ എല്ലാവരെയും വക വരുത്തും. സൂപ്പർ സ്പീഡോ, നീ എത്രയും പെട്ടെന്ന് ഓടിക്കോ. എന്നെ രക്ഷിക്കണം എന്ന് വിചാരിച്ച് നീ കുടുങ്ങി പോവരുത്. ഇല്ല കീക്കോ, നീ ഇല്ലാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. കീക്കോയും സൂപ്പർ സ്പീഡോയും ഇവിടെ ഉള്ളപ്പോ സൺ സിറ്റിയെ ആർക്കും കയ്യിലെടുക്കാൻ കഴിയില്ല. ചപ്പു, ഞാൻ നിനക്ക് അവസാനമായിട്ട് ഒരു ചാൻസ് തരുകയാണ്. സറണ്ടർ ആയേക്ക്, അല്ലെങ്കിൽ കിക്കോ, നീ എനിക്ക് ചാൻസ് തരികയാണോ? ഞാനിപ്പോ നിന്നെ അടിച്ചു തെറിപ്പിക്കാൻ പോകുകയാ. ഇന്ന പിടിച്ചോ എന്റെ ഒരു അറ്റാക്ക്. കീക്കോ, ചപ്പുവിന്റെ കയ്യിൽ ഫിക്സ് ആയിരിക്കുന്ന ലേസർ സിസ്റ്റം വളരെ പവർഫുൾ ആണ്. ഒരൊറ്റ ഷോട്ടിൽ എന്തുമാത്രം ഡാമേജ് ആണ് ചെയ്തിരിക്കുന്നത് കണ്ടോ?
സൂപ്പർ സ്പീഡോ? എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇവന്റെ കഥ അവസാനിപ്പിക്കാൻ ഫോർമുല നമ്പർ 555 ആക്ടിവേറ്റ് ചെയ്യേ. ഓൾ റൈറ്റ് കീക്കോ, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 555. എന്നെ നീ കെട്ടിയിട്ട് കഴിഞ്ഞു. പക്ഷെ എന്റെ അറ്റാക്കിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് നോക്കട്ടെ. എന്റെ സൂപ്പർ കിക്ക് യൂസ് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. Oops. എന്റെ ലേസർ സിസ്റ്റം. നീ ഇങ്ങനെ ഓടിക്കളിച്ചത് മതിയടാ. ഇനി നിനക്ക് ജയിലിലേക്ക് കയറാനുള്ള സമയമായി. എന്താ പറഞ്ഞത്? ചുരുക്കത്തിൽ പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്.